നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൈമനത്ത് സ്ത്രീ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സുഹൃത്ത് സജികുമാർ അറസ്റ്റിലായി. കരമന പോലീസ് സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് സജികുമാർ. കരമന ഇടഗ്രാം പാഞ്ചിപ്ല വീട്ടിൽ ഷീജയെയാണ് കൈമനത്തെ സജികുമാറിന്റെ വീടിന് സമീപത്തെ വാഴത്തോട്ടത്തിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 50 വയസ്സായിരുന്നു. മരിച്ച ഷീജയും സജിയും കുറച്ചുനാൾ ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്. തുടർന്ന് ഇയാൾ മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലായതിനെ തുടർന്ന് തർക്കങ്ങൾ ഉടലെടുത്തു. ഇയാൾ നിരന്തരം ഷീജയെ ഭീഷണിപ്പെടുത്തുകയും പണം കൈപ്പറ്റിയിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ജോലി ചെയ്ത സ്ഥാപനത്തിലും നാട്ടിലും ഷീജയ്ക്കെതിരെ ഇയാൾ മോശം പ്രചാരണം നടത്തിയതായും പോലീസ് പറയുന്നു. കരമന CI അനൂപിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഷീജയുടേത് ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഷീജയും സുഹൃത്ത് സജികുമാറും തമ്മിൽ ദിവസങ്ങളായി നിലനിന്ന പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സജികുമാറിന്റെ പരസ്പര ബന്ധത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ഇതിനൊടുവിൽ കഴിഞ്ഞ ദിവസം സജികുമാറിന്റെ വീടിനടുത്തുള്ള പുരയിടത്തെത്തിയ ഷീജ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്നും സജികുമാറിന് മരണത്തിൽ പങ്കുണ്ടെന്നുമാണ് ബന്ധുക്കൾ ആരോപിച്ചിട്ടുള്ളത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട സജികുമാറിനെതിരെ പ്രേരണാകുറ്റം ചുമത്തി പോലീസ് ആദ്യം കേസെടുക്കുകയായിരുന്നു. കോവിഡ് സമയത്താണ് സജികുമാറും ഷീജയും പരിചയപ്പെട്ടത്. ഷീജയുടെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തിയ സജികുമാർ ഇത് കാണിച്ചു നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ വിവരം പോലീസിന് ലഭിച്ചു. ഷീജയുമായുള്ള ഇയാളുടെ ഫോൺ ചാറ്റിൽ ഭീഷണി സംബന്ധിച്ച തെളിവുകളൊക്കെയുണ്ട്. വ്യാഴാഴ്ച രാത്രി പുരയിടത്ത് നിന്ന് സ്ത്രീയുടെ നിലവിളിയും തീയും പുകയും ഉയർന്നത് പരിസരവാസികളെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ശബ്ദം കേട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ആളെ തിരിച്ചറിയാൻ കഴിയാത്തതും പൂർണ്ണമായും മൃതദേഹം കത്തി. കരുമത്തിൽ നിന്ന് ഒരു സ്ത്രീയെ കാണാതായിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം ഷീജയുടേതാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സംഭവ ദിവസം ഷീജയെ ഇയാൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇവിടെ വെച്ചുണ്ടായ തർക്കത്തിനൊടുവിലായിരിക്കാം ഷീജയ്ക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഷീജ ജീവൻ ഒടുക്കിയതാണോ അതോ അവരെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന സംശയത്തിൽ വ്യക്തത വരാനായി ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിക്കണം. ഷീജയുടെ വീട് സംഭവസ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ്. ഷീജ രാത്രിയിൽ ഒറ്റയ്ക്ക് ഇവിടേക്ക് എത്തില്ലെന്നും സനോജ് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാകാമെന്നുമാണ് ഷീജയുടെ സഹോദരി ഷീബ പറയുന്നത്. ഉള്ളൂരിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിരുന്നു ഷീജ. സനോജിന്റെ ഭീഷണി കാരണം 3 വർഷമായി ടെക്സ്റ്റൈൽസിന് സമീപത്തെ ഹോസ്റ്റലിലാണ് ഷീജ താമസിച്ചിരുന്നതെന്ന് സഹോദരി പറയുന്നു. കോവിഡ് സമയത്തായിരുന്നു ഈ സനോജിനെ ഷീജ പരിചയപ്പെടുന്നത്. ജോലി കഴിഞ്ഞ് കൈമനത്ത് ബസ്സിലിറങ്ങി വീട്ടിലേക്ക് സനോജിന്റെ ഓട്ടോയിലായിരുന്നു ഷീബയുടെ യാത്ര. തുടർന്ന് ഇവർ അടുപ്പത്തിലായി. കുറച്ചുകാലം ഇരുവരും ഒരുമിച്ച് താമസിച്ചു. ഈ സമയത്ത് ഷീജയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഷീജ അറിയാതെ പകർത്തി ഇത് ഫോണിൽ സൂക്ഷിക്കുകയായിരുന്നു. പിന്നീട് ഇത് വച്ച് ഇയാൾ ഷീജയെ ഭീഷണിപ്പെടുത്തിയതായാണ് സഹോദരി പറയുന്നത്. പണത്തിനെ ശല്യം തുടർന്നപ്പോൾ സനോജുമായുള്ള ബന്ധം ഷീജ മതിയാക്കിയതാണ്. ഇതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. ഇതോടെ ടെക്സ്റ്റൈൽസിലെത്തി നിരന്തരം ഭീഷണിപ്പെടുത്തി. ശല്യം കാരണം കഴിഞ്ഞ 4 ദിവസമായി ഈ ഷീജ ജോലിക്ക് പോയിരുന്നില്ല എന്നാണ് സഹോദരി പറയുന്നത്. ഇയാൾ വീണ്ടും സ്നേഹം നടിച്ച് ഫോണിലുള്ള ദൃശ്യങ്ങൾ മാറ്റാമെന്ന് പറഞ്ഞ് സഹോദരിയെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതാകാമെന്നും ഷീബ പോലീസിനോട് പറഞ്ഞു. ഇത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്നും തന്റെ സഹോദരി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും ഷീജയുടെ ഇളമയുടെ മകൻ കൈമനം സുരേഷും പറയുന്നു. സംഭവത്തെക്കുറിച്ച് ഷീജയുടെ സഹോദരൻ പറയുന്നത്, രാവിലെയാണ് ഈ സംഭവം അറിഞ്ഞത്. നിരവധി യുവതികളുമായി സജികുമാറിന് ബന്ധമുണ്ട്. സജികുമാർ ഉപദ്രവിച്ചിരുന്നതായി അമ്മയോട് പറഞ്ഞിരുന്നു. ഷീജയുടെ കയ്യിൽ നിന്നും പല തവണകളായി വലിയ തുക സജികുമാർ കൈക്കലാക്കിയിരുന്നു. ഇത് കാരണം ഷീജ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടു. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. സജികുമാർ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. സംഭവത്തെക്കുറിച്ച് ഷീജയുടെ ബന്ധു പറയുന്നത്, ഉള്ളൂരിലെ രമ ടെക്സ്റ്റൈൽസിലാണ് ഷീജ ജോലി ചെയ്തിരുന്നത്. കൊറോണ സമയത്താണ് ഇരുവരും തമ്മിൽ അടുപ്പം ഉടലെടുത്തത്. ഈ കാലയളവിൽ കൈമനത്ത് നിന്ന് വീട്ടിലേക്ക് സജികുമാറിന്റെ ഓട്ടോയിൽ വീട്ടിലേക്ക് വന്നിരുന്നു. ഈ അടുപ്പം വീട്ടുകാർക്ക് പോലും ഇഷ്ടമായിരുന്നില്ല. സഹോദരന്റെ താക്കീത് പോലും ഷീജ കാര്യമാക്കിയില്ല. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നപ്പോഴുള്ള ചിത്രങ്ങൾ സജികുമാറിന്റെ പക്കലുണ്ട്. ഈ ചിത്രങ്ങൾ കാട്ടി ഷീജയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. രമ ടെക്സ്റ്റൈൽസിന് സമീപത്തുള്ള ഹോസ്റ്റലിലായിരുന്നു യുവതി താമസിച്ചത്. സജികുമാർ ഷീജയെ കടയിലെ ഫോണിലും നേരിട്ടെത്തിയും ഭീഷണിപ്പെടുത്തി. ഇതിനാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഷീജ കടയിൽ പോയിരുന്നില്ല. ഷീജയുടെ ചിത്രങ്ങൾ കൈമനം ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർക്കെല്ലാം അയച്ചിരുന്നുവെന്ന് സജികുമാർ പറഞ്ഞിരുന്നു. പിന്നീട് പോലീസിനെ സമീപിക്കാൻ ഇരിക്കവെയായിരുന്നു ഈ ദാരുണ സംഭവം ഉണ്ടായത്. ജനവാസ മേഖലയോട് ചേർന്ന ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു സ്ത്രീ കത്തി അമർന്നതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും കൈമന കുറ്റിക്കാട് നിവാസികൾ.
പ്രദേശത്തുകാരിയല്ലാത്ത ഒരു സ്ത്രീ ഇവിടെ വന്ന് തീകൊളുത്തി ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ഇവർ പറയുന്നത്. വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരോ നിന്ന് കത്തുന്നതാണ് കണ്ടതെന്നാണ് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വസന്ത പറയുന്നത്. അല്പനേരം കഴിഞ്ഞ് തീക്കുണ്ടമായി ഇവർ നിലത്തേക്ക് വീഴുന്നത് കണ്ടു. മരിച്ചയാളെ സുഹൃത്താണെന്ന് പറയുന്ന സജി എന്ന സനോജിന്റെ സഹോദരൻ മനോജും നാട്ടുകാരും ഓടിയെത്തി പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. സംഭവം നടന്നതിനു ചുറ്റും നിരവധി വീടുകളുണ്ട്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി 10ഓടെ നിലവിളി ശബ്ദം കേട്ടുവെന്നും ഓടിയെത്തിയപ്പോൾ കത്തിക്കരിഞ്ഞ മൃതദേഹമാണ് കണ്ടതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. സമീപത്തെ CCTV ക്യാമറകളൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. ഗർഭിണിയായ ഭാര്യയുടെ കൺമുന്നിൽ വെച്ച് ഭർത്താവ് കഴുത്തിൽ കയർ കുരുക്കി മരിച്ചു. കണ്ണൂർ തായത്തെരുവിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 30-കാരനായ സിയാദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ ഒരു സംഭവമുണ്ടായത്. സ്റ്റൂളിൽ കയറി നിന്ന് കഴുത്തിൽ കയർ കുരുക്കി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സിയാദ് തെന്നി വീഴുകയായിരുന്നു. തെന്നി വീണപ്പോൾ കയർ കഴുത്തിൽ കുരുങ്ങിയതാണ് സിയാദിന്റെ മരണത്തിന് ഇടയാക്കിയത്. ഗർഭിണിയായ ഭാര്യ ഫാത്തിമ സിയാദിനെ താങ്ങി നിർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. മറ്റുള്ളവരെത്തി സിയാദിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോ ഡ്രൈവറാണ് സിയാദ്. സലാം സീനത്ത് ദമ്പതികളുടെ മകനാണ്. കഴുത്തിൽ കയർ കുരുക്കി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതിനിടെയായിരുന്നു സ്റ്റൂളിൽ നിന്ന് വീണ് കഴുത്തു മുറിക്കിയത്. 2 മക്കളാണ് ഇവർക്കുള്ളത്. സംസ്കാരം സിറ്റി ജുമാഅത്ത് പള്ളിയിൽ നടക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.